പുതിയ അമ്പലം പണിത് കവളപ്പാറ കാരക്കാട് മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്ര പ്രതിഷ്ഠ വ്യാഴാഴ്ച നടക്കും. രാവിലെ പ്രതിഷ്ഠാ പൂജകൾ, മേളം, പ്രതിഷ്ഠാദിന പൂജകൾ, ക്ഷേത്രാചാര പൂജകൾ, അന്നദാനം എന്നിവ നടക്കും. പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി പന്തീരാഴിയും ഗുരുതിയിൽ മുട്ടറുക്കാനും പറവയ്ക്കാനും സൗകര്യമുണ്ടാകും. പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി മറ്റു വഴിപാടുകളും നടത്താം. ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് ഉപമൂർത്തികളുടെ പൂജയും കർമ്മങ്ങളും, ദീപാരാധന, പന്തീരാഴിയും തായമ്പകയും ഉണ്ടാകും. വഴിപാടുകളും കർമ്മങ്ങളും ഹോമങ്ങളും എല്ലാ ദിവസവും ഉണ്ടാകും. രാത്രി കുരുതി പൂജയോടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ സമാപിക്കും. നിത്യപൂജ, ഭദ്രകാളിക്ക് സർവാലങ്കാര പൂജ, ഭുവനേശ്വരി പൂജ, ഭൈരവ പൂജ, കലശപൂജ, കരിനീലി കലശം, കരിങ്കുരുതി, കരിങ്കുട്ടി കലശം എന്നിവയാണ് ക്ഷേത്രത്തിലെ കർമ്മങ്ങളും പൂജകളും. ഷൊർണൂര് കവളപ്പാറ കാരക്കാട് ALP സ്കൂളിന് സമീപമായിട്ട് നമ്മൾ പുതുതായിട്ട് ഒരു അമ്പലം നിർമ്മിച്ചിട്ട് പ്രതിഷ്ഠ നടത്തുകയാണ്. ജൂൺ മാസം 5-ാം തീയതി വ്യാഴാഴ്ച. എൻ്റെ തന്നെയാണ്, ഞാൻ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തോട് കൂടിയിട്ട് ഉള്ളതായ ധർമ്മദൈവങ്ങളെയും ഞാൻ പഠിച്ചു വാസിച്ചിട്ടുള്ളതായ എൻ്റെ ദൈവങ്ങളെയും മൂർത്തികളെയും കുടിവെക്കലാണ് നാളെ വ്യാഴാഴ്ച ചെയ്യണത്. അപ്പോൾ ഈ മഹനീയ കർമ്മത്തിൽ താന്ത്രികാചാര്യനായിട്ട് ആലൂര് ചാമുണ്ടിക്കാവിലത്തെ വെളിച്ചപ്പാടായ രവീന്ദ്രൻ ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മത്തിലാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രം ഇങ്ങനെ വേണം എന്നുള്ള ദൈവനിയോഗത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പുരാതനമായിട്ട് വെച്ചാചരിച്ച് വന്നിരുന്നതുമായ ഈ സമ്പ്രദായം നമ്മൾ അഷ്ടമംഗലി പ്രശ്നങ്ങളൊക്കെ വെച്ച്, അപ്പോൾ അത് പ്രകാരം ദേവിക്ക് അല്ലെങ്കിൽ ആ മൂർത്തികൾക്ക് ക്ഷേത്രം വേണം എന്നുള്ളൊരു നിയോഗമൊക്കെ വന്നു ചേരുണ്ടായി. അങ്ങനെ ഈ നാടിന്, നമ്മുടെ എല്ലാവിധ ഈ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും സർവൈശ്വര്യത്തിനും അവരുടേതായ എല്ലാവിധ അഭിവൃദ്ധിക്കും എല്ലാറ്റിനായിട്ട് ഈ ഒരു ക്ഷേത്രം നാളെ വലിയൊരു മഹാക്ഷേത്രമായിട്ട് അറിയപ്പെടണം. അതൊക്കെ ഒരു നിയോഗമാണ്. അത് പ്രകാരം നാളെ നമ്മൾ ഈ മഹനീയ കർമ്മം രാവിലെ ഗണപതി ഹോമം 5 മണിക്ക്, അത് കഴിഞ്ഞാൽ കലശപൂജ, അതിനോട് ഇതായിട്ട് പ്രതിഷ്ഠ പൂജ, അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഉപമൂർത്തികളുടെ പൂജ, മേളം, തായമ്പക, അന്നദാനം, പിന്നെ വൈകിട്ട് പന്തിരാഴിയുണ്ട്, മഹാഗുരുതിയുണ്ട്. അങ്ങനെ എല്ലാവിധ വിശേഷമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ക്ഷേത്രം പൂജാരി പ്രശ്നം നോക്കി പരിഹാരം നിർദ്ദേശിക്കും. കിണറിന് സ്ഥാനം കണ്ടെത്തി കൊടുക്കും. ജൂൺ 15-ന് ക്ഷേത്രത്തിൽ ചണ്ഡികാ ഹോമവും നടത്തും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ വിശേഷമായിട്ട് നടക്കുന്ന ഇവിടെ ഈ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷമായിട്ട് നാളെ ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ പന്തീരാഴി എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. അത് വളരെ വിശേഷപ്പെട്ടതാണ്. ഭഗവതി നിയോഗത്തിൽ വന്നിട്ട് തിളച്ച പായസം തൃക്കൈകളാൽ വാരി ഭക്തർക്ക് നൽകുന്ന ഒരു ചടങ്ങാണത്. അത് അതിവിശേഷമാണ്. ആ പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വദോഷ ദുരിതങ്ങളായിട്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. എല്ലാ ഭക്തജനങ്ങളും അതിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് വേണം. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ നമ്മളെപ്പോഴും നമ്മളത് ഉപയോഗപ്പെടുത്താൻ ഒരിക്കലും മടിക്കാൻ പാടില്ല. കാരണം ഈ കലിയുഗത്തിൽ എല്ലാവർക്കും പല ദോഷ ദുരിതങ്ങളും വന്ന് ബുദ്ധിമുട്ടുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതെപ്പോഴും നമ്മളെല്ലാവരും അതിനൊരു ഉപേക്ഷ കൂടാതെ സ്വീകരിച്ച് അനുഗ്രഹം വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതെന്തായാലും നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ ഇതോടനുബന്ധിച്ച് തന്നെ പിന്നെ പന്തീരാഴിക്ക് ശേഷം മഹാഗുരുതി നടക്കുന്നുണ്ട്. അതിൽ ഗുരുതിയിൽ വിശേഷപ്പെട്ട നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും അനുഭവിച്ചു വരുന്ന ഒരു കാര്യമാണ് ശത്രുദോഷം, അതേമാതിരി ബാധ, ആഭിചാര ദോഷങ്ങളെല്ലാം. അതെല്ലാം തന്നെ ആ ഗുരുതി തൊഴുന്നോട് കൂടെ തന്നെ അതിന് ശമനം ഉണ്ടാവും. അതോടുകൂടെ തന്നെ അതിൻ്റെ കൂടെ ഗുരുതി മുട്ടിറക്കലെല്ലാം ഉണ്ട്. വിശേഷമായിട്ട് എല്ലാ ചടങ്ങുകളും അദ്ദേഹം എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ അതുകൂടാതെ ഈ മഹോത്സവത്തോടനുബന്ധിച്ച് 15-ാം തീയതി മഹാചണ്ഡികായാഗം നടക്കുന്നുണ്ട്. ഈ ചണ്ഡികായാഗം എല്ലാവർക്കും
എല്ലായിടത്തും നമുക്ക് പങ്കെടുക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെ അനുഗ്രഹം എന്ന് തന്നെ വിചാരിക്കാം. അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ദേശത്തിൽ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. വിശേഷപ്പെട്ട ചടങ്ങുകൾ നേരിട്ട് നമുക്ക് ദ്രവ്യ സമർപ്പണമൊക്കെ ചെയ്യാം. ആലത്തൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രം വെളിച്ചപ്പാട് രവീന്ദ്രൻ സ്വാമിയാണ് കാർമ്മികത്വം വഹിക്കുക. ഇത് നമ്മുടെ ഈ നാടിൻ്റെയും ദേശത്തിനും അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ സ്വാമിജിയുടെ തറവാടിന് ആ തറവാടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അതിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് അതിനനുസരിച്ചുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. അതുണ്ടാവണം എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ആണ് ഇപ്പോൾ ഈ ക്രിയാദികളൊക്കെ ചെയ്യുന്നത്. ഇവിടെ വെച്ച് നടന്ന താമ്പൂല പ്രശ്നം, ആ പ്രശ്നത്തിൽ നിർദ്ദേശിച്ചതായുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണ പ്രകാരമാണ് ഈ ക്ഷേത്രം ഇവിടെ പണി ചെയ്തത്. അതിൻ്റെ ശില്പികൾ നമ്മുടെ സുകുമാരൻ ആചാരി വാവന്നൂർ ആണ്. അദ്ദേഹമാണ് ഈ വിഗ്രഹങ്ങളും പീഠങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.